ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെഫ്സ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് കണ്ടാലോ. വെറും ഫ്ലവേഴ്സ് അല്ല കേട്ടോ, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ട്യൂലിപ്പ് ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇതാണ് ട്യൂലിപ്പ് പൂക്കളുടെ ഉത്സവം. ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് അമേരിക്കയിലെ വാഷിങ്ടൺ സ്റ്റേറ്റിൽ സിയാറ്റിലിനടുത്തുള്ള സ്കാഗിറ്റ് വാലിയാണ്. ഈ സ്കാഗിറ്റ് വാലിയിൽ എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ട്യൂലിപ്പ് ഫെസ്റ്റിവൽ. അതിൻ്റെ ഫോട്ടോസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഈ ട്യൂലിപ്പ് പ്ലാന്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു പ്ലാന്റിൽ വൺസ് ഇൻ എ ഇയർ മാത്രമേ പൂവുകൾ ഉണ്ടാകാറുള്ളൂ. അതും സ്പ്രിംഗ് ടൈമിൽ മാത്രം. ഒരു പ്ലാന്റിൽ ഒരു ഫ്ലവർ മാത്രം. 1 to 2 വീക്സ് കഴിയുമ്പോഴേക്കും ഈ പൂവുകളൊക്കെ കരിഞ്ഞു പോവുകയും പ്ലാന്റ്സ് ഉണങ്ങിപ്പോവുകയും ചെയ്യും. ട്യൂലിപ്പ് പ്ലാന്റ്സിൻ്റെ ഗാർഡനിങ്ങിന് ടൈമിനും ക്ലൈമറ്റിനും ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ട്യൂലിപ്പിൻ്റെ സ്റ്റെം നമ്മൾ പ്ലാന്റിങ്ങിന് യൂസ് ചെയ്യാറില്ല. പകരം ട്യൂലിപ്പ് ബൾബ്സ് അഥവാ ട്യൂലിപ്പിൻ്റെ കിഴങ്ങുകളാണ് നമ്മൾ പ്ലാന്റിങ്ങിനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. വിൻ്റർ സീസൺ തുടങ്ങുന്നതിന് തൊട്ട് മുൻപേ തന്നെ നമുക്ക് ട്യൂലിപ്പിൻ്റെ പ്ലാന്റിങ് സ്റ്റാർട്ട് ചെയ്യണം. അതിനായിട്ട് നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലം നോക്കി മണ്ണിനടിയിൽ 6 ഇഞ്ച് ഡെപ്തുള്ള ചെറിയ ചെറിയ കുഴികളുണ്ടാക്കി അതിൽ ഓരോ ട്യൂലിപ്പ് ബൾബ്സും കുഴിച്ചിടേണ്ടതാണ്. ഈ ട്യൂലിപ്പ് ബൾബ്സ് മണ്ണിനടിയിൽ ഒരു 2-3 മാസം പുറത്ത് തണുപ്പും മഴയും ഒക്കെ കൊണ്ട് അങ്ങനെ കിടക്കും. ഈ ഒരു ടൈമിനെ കോൾഡ് പീരീഡ് അല്ലെങ്കിൽ കൂളിംഗ് പീരീഡ് എന്നാണ് പറയുന്നത്. ഈ ടൈമിൽ മണ്ണിനടിയിൽ ചെറിയ ചെറിയ റൂട്ട്സ് ഡെവലപ്പ് ചെയ്ത് വരും. 2-3 മാസം കഴിയുമ്പോൾ സ്പ്രിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നു. അങ്ങനെ വീണ്ടും 1 മാസം കൂടി കഴിയുമ്പോൾ ട്യൂലിപ്പ് മൊട്ടുകളും പിന്നീട് പൂക്കളും ഉണ്ടാവുന്നു. ഓരോ ബൾബിൽ നിന്നും 3 to 4 ഇയേഴ്സ് പൂക്കൾ കിട്ടും. അത് കഴിയുമ്പോൾ അതെല്ലാം ചേഞ്ച് ചെയ്ത് പുതിയ ബൾബുകൾ പ്ലാന്റ് ചെയ്യുന്നു. ട്യൂലിപ്പ് ഗാർഡനിങ് ഒരു ലെങ്തി പ്രോസസ്സ് ആണെങ്കിലും ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരുമിച്ച് വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. ഇറ്റ്സ് റിയലി എ വെരി ബ്യൂട്ടിഫുൾ വ്യൂ. ഓൾമോസ്റ്റ് 50 ഏക്കറിലായിട്ട് പരന്ന് കിടക്കുന്ന ഈ ഒരു ഗാർഡനിൽ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള കാർപ്പറ്റ്സ് വിരിച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ ട്യൂലിപ്പ് ഫ്ലവേഴ്സ് വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. ഈ പുഷ്പോത്സവത്തിന് നിറം കൂട്ടുന്നതിനായിട്ട് വെള്ളയും മഞ്ഞയും നിറത്തിലുള്ള ഡാഫഡിൽസും ഇവിടെ ഇടകലർത്തി പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. കാറ്റിലാടി ഉലഞ്ഞു നിൽക്കുന്ന ഈ പൂക്കൾ എത്ര കണ്ടാലും മതി വരില്ല. അപ്പോൾ വെറുതെ അല്ലല്ലോ, ഓരോ വർഷവും ഓൾമോസ്റ്റ് 10 lakhs ടൂറിസ്റ്റ് ഈ കാഴ്ച കാണാനായി ഇവിടെ എത്തുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഈ പൂക്കൾക്ക് വേണ്ടി മാത്രം ഒരു ഫെസ്റ്റിവൽ തന്നെ കൊണ്ടാടുന്നതെന്ന്. ബിക്കോസ് ദേ ആർ നോട്ട് ജസ്റ്റ് ബ്യൂട്ടിഫുൾ ബട്ട് ദേ ആർ സ്പെഷ്യൽ. അങ്ങനെ ഏപ്രിൽ മന്ത് കഴിഞ്ഞപ്പോൾ ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ഉണങ്ങിയിട്ടുണ്ടാകും. ഇനി വീണ്ടും ട്യൂലിപ്പ് ബൾബുകൾ സോയിലിനടിയിൽ നിദ്ര പ്രാപിക്കും അടുത്ത വസന്തകാലത്തെ പ്രതീക്ഷകൾക്കായി. താങ്ക്സ് ഫോർ വാച്ചിങ്. It's Shafina signing off. Bye.